അവിടെ ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴേ മാധ്യമപ്രവർത്തകർ ഇതുപോലെ മൈക്കുമായിട്ട് വന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന ഡോക്ടർമാരോടും ഫയർഫോഴ്സിനോടും ചോദിച്ചു എന്താ സംഭവം നിൽക്കുമ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ട് ഇതിന് സംഭവം ഉണ്ടായി, ഞങ്ങൾ 2 പേരെ എടുത്തിട്ടുണ്ട്, അവരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി, മറ്റു കുഴപ്പങ്ങളില്ല എന്നവർ പറഞ്ഞിരുന്നു. പറഞ്ഞത് കേട്ട് ആ സംഭവം പറയുകയും മറ്റുള്ളത് പരിശോധിക്കാൻ പറയുക, അതിലെ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കണ്ടില്ല, കാണാത്തൊരു കാര്യം ഇവർ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും അല്ല നിർത്തിവെക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സ്ഥലമാണ് എന്ന് മന്ത്രിമാർ പറഞ്ഞുകൊണ്ട് തെരച്ചിൽ അത് അദ്ദേഹം ആ സ്ഥലത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം സ്ഥലത്തില്ല. ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. മന്ത്രിമാർ ഞങ്ങളാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ JCB കൊണ്ടുവന്ന് മാറ്റാൻ പറഞ്ഞത്. ഞാനാണ് നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കാം, ഫയർഫോഴ്സ് ഓഫീസറെ വിളിക്കുക, ഞാൻ എന്താ പറയുന്നത്. അയാളെ വിളിച്ചു വരുത്തി ആരാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ പറഞ്ഞു. അപ്പം അവരുടെ സ്റ്റാഫ് വിളിച്ചുകൊണ്ട് വന്നു ഓടി. അയാൾ നിർത്തി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ JCB വെച്ച് മാന്തി ബാക്കി പരിശോധിക്കാൻ പറയും. ഇതാണ് നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊടിച്ചാണ് നിർത്തിവെക്കാൻ പറയുക. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നത് കേട്ടിട്ട്, അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. അത് രാഷ്ട്രീയമാണ്.